ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമി അടക്കി വാണിരുന്ന ജീവികളാണ് ദിനോസേഴ്സ്. മീസോസോയിക് എറയുടെ തുടക്കത്തിലായി ട്രയാസിക് പീരിയഡിൽ ഏകദേശം 243 മുതൽ 233 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപെപ്പോഴോ ആണ് ഇവ ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് പല വിഭാഗങ്ങളിലായി നിരവധി വർഗ്ഗങ്ങളായി ഇവ പരിണമിച്ചു. ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വന്നു പതിച്ച ഒരു വലിയ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിനാൽ ഇവയ്ക്ക് വംശനാശം വന്നിരിക്കാമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മാത്രമായിരിക്കുമോ ഇവയുടെ നാശത്തിന് കാരണം? വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. പുരാതന കാലം മുതലേ തന്നെ പല സംസ്കാരങ്ങളും പ്രാദേശികമായി പ്രചരിച്ചിരുന്ന നാടോടി കഥകളിലും മറ്റും ഭീമാകാരങ്ങളായ ജീവികളെക്കുറിച്ച് ധാരാളമായി പരാമർശിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിരുന്ന ഫോസിൽ അവശിഷ്ടങ്ങളിൽ നിന്നോ മറ്റോ ആയിരിക്കാമോ ഇത്തരം ചിന്തകൾ ഉണ്ടായത്. അങ്ങനെ യാദൃശ്ചികമായി എങ്കിൽ പോലും അത്തരം ഭീമാകാരവും നിഗൂഢവുമായ അസ്ഥികൾ ആളുകൾ കണ്ടിരുന്നെങ്കിൽ പോലും അവ എന്താണെന്ന് തിരിച്ചറിയാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നില്ല. പലപ്പോഴും അവയെ രാക്ഷസന്മാരുടെയോ ഡ്രാഗണുകളുടെയോ ഒക്കെ അവശിഷ്ടങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കാം. എന്നിരുന്നാലും 1600കളിൽ റോബർട്ട് ഹുക്കിനെ പോലുള്ള സ്കോളേഴ്സിന്റെ പ്രവർത്തനത്തോടെ ഈ ഫോസിലുകളെ കുറിച്ചുള്ള ധാരണ മാറാൻ തുടങ്ങി. ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ശിലാരൂപത്തിലുള്ള അവശിഷ്ടങ്ങളാണ് ഫോസിലുകളെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടവരിൽ ഒരാളാണ് ഹുക്ക്. ഇത് പാലിയന്റോളജി എന്ന ശാസ്ത്രമേഖലയ്ക്ക് അടിത്തറയിട്ടു. 1677 റോബർട്ട് പ്ലോട്ട് എന്ന ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ വലിയ ഫീമറിന്റെ ഒരു ചിത്രം വരയ്ക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതൊരു ഭീമൻ മനുഷ്യന്റേതായിരിക്കുമെന്ന് ഊഹിച്ചെങ്കിലും അത് ഒരു ഡിനോസറിന്റേതായി അക്കാലങ്ങളിൽ തിരിച്ചറിയപ്പെട്ടിരുന്നില്ല. 1824 ബ്രിട്ടീഷ് ജിയോളജിസ്റ്റായ വില്യം ബക്ലൻഡ് ആണ് ആദ്യമായി ശാസ്ത്രീയമായി ദിനോസറിനെ കുറിച്ച് ഒരു വിവരണം നൽകുന്നത്. മാംസഭോജിയായ ഒരു വലിയ ദിനോസറായ മെഗാലോസോറസിനെ ബക്ലൻ വിവരിച്ചു. പിന്നീട് അക്കാലത്ത് ഏൻഷ്യൻ റെപ്റ്റൈൽസിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പായി ദിനോസറുകളെ കുറിച്ചുള്ള ധാരണ വികസിക്കുവാൻ തുടങ്ങി. ദിനോസർ എന്ന പദം പിന്നീട് 1842 ബ്രിട്ടീഷ് പാലിയന്റോളജിസ്റ്റായ സർ റിച്ചാർഡ് ഓവനാണ് ആദ്യമായി ഉപയോഗിച്ചതായി കരുതപ്പെടുന്നത്. മെഗാലോസോറസിനൊപ്പം ഇഗ്വനഡോൺ, ഹൈലിയോസോറസ് തുടങ്ങിയ പുതുതായി കണ്ടെത്തിയ മറ്റ് ഫോസിലുകളും മുമ്പറിയപ്പെടാത്ത ഭീമാകാരമായ ഉരകങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ഓവൻ തിരിച്ചറിഞ്ഞു. ടെറിബിൾ ലിസാർഡ്സ് എന്നർത്ഥം വരുന്ന അവയുടെ വലിപ്പവും ഉരക സ്വഭാവവും സൂചിപ്പിക്കുന്ന ദിനോസോറിയ എന്ന് അദ്ദേഹം ഈ ഗ്രൂപ്പിന് പേര് നൽകി. 19ാം നൂറ്റാണ്ട് പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തുകയും ദിനോസറുകളുടെ വൈവിധ്യം പതുക്കെ സ്വയം വെളിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. ഈ കണ്ടെത്തലുകൾ ഭൂമിയിലെ ജീവന്റെ കഥയിൽ ഒരു പുതിയ അധ്യായം തുറന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ ഗ്രഹത്തെ ഭരിച്ചിരുന്ന ഈ പ്രബല ജീവികളുടെ അസ്തിത്വം പതിയെ പതിയെ വെളിപ്പെട്ടു വന്നു. ദിനോസറുകളെ കുറിച്ചുള്ള പഠനം ശാസ്ത്രീയ അന്വേഷണത്തിന്റെ സമ്പന്നമായ ഒരു മേഖലയായി വളർന്നു. ഈ ജീവികളുടെ ചരിത്രം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഗ്രഹത്തിന്റെ തന്നെ ചരിത്രവും കൂടുതലായി മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. എന്നാൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വന്നു: ദിനോസറുകൾ എങ്ങനെ അപ്രത്യക്ഷമായി? 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ശരിയായ തെളിവുകളുടെ അഭാവം മൂലം ശാസ്ത്ര സമൂഹം ഗ്രാജുവലിസം എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തത്തിൽ കൂടുതലായി വിശ്വസിച്ചിരുന്നു. കാലക്രമേണ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ സാവധാനവും സ്ഥിരവുമായ മാറ്റങ്ങൾ കാരണം ദിനോസറുകൾക്ക് പതിയെ പതിയെ വംശനാശം സംഭവിച്ച് ഇല്ലാതായതായി ഈ ആശയം സൂചിപ്പിക്കുന്നു. ഭൂമിയുടെ കാലാവസ്ഥാ ചക്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ദിനോസറുകൾക്ക് അതിജീവിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ തണുപ്പോ ചൂടോ ഉള്ളതായി മാറിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു ജനപ്രിയ സിദ്ധാന്തം. മറ്റൊരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദിനോസറുകൾ ആദ്യകാല സസ്തനികളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന മത്സരത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്നാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സെനസൻസ് തിയറി ദിനോസറുകൾ ഒരു സ്പീഷീസ് എന്ന നിലയിൽ കാലക്രമേണ സ്വാഭാവികമായും അപ്രത്യക്ഷമായിരിക്കാമെന്ന് നിർദ്ദേശിക്കുന്നു. വ്യക്തികളെ പോലെ ജീവജാലങ്ങൾക്കും സ്വാഭാവിക ആയുസ് ഉണ്ടെന്നും അങ്ങനെ ദിനോസറുകളും അവയുടെ അവസാനത്തിൽ എത്തിയിരിക്കാം എന്ന അനുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആശയം. ഈ ആദ്യകാല സിദ്ധാന്തങ്ങൾ അക്കാലത്ത് അന്ന് ലഭ്യമായ തെളിവുകളാൽ രൂപപ്പെട്ടതാണ്. 1980കൾ വരെ ദിനോസറുകളുടെ പെട്ടെന്നുള്ള തിരോധാനത്തെ വിശദീകരിക്കാൻ വ്യക്തമായും ശാസ്ത്രീയമായി പിന്തുണയ്ക്കുന്നതുമായ ഒരു സിദ്ധാന്തം നിർദ്ദേശിക്കപ്പെട്ടിരുന്നില്ല: ദ ആസ്ട്രോയിഡ് ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്. നോബേൽ ജേതാവായ ഭൗതിക ശാസ്ത്രജ്ഞനായ ലൂയിസ് അൽവാരസിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ജിയോളജിസ്റ്റ് വാൾട്ടർ അൽവാരസിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് തിയറി ആദ്യമായി മുന്നോട്ട് വെച്ചത്. KPG അതിർത്തി എന്നറിയപ്പെടുന്നത് ക്രസ്റ്റേഷ്യൻ, പാലിയോജിൻ കാലഘട്ടങ്ങൾ തമ്മിലുള്ള അതിർത്തി അടയാളപ്പെടുത്തുന്ന ഭൂമിയുടെ പുറന്തോടിലെ മണ്ണിന്റെ നേർത്ത പാളിയാണ്. ഇതേക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ അൽവാരസ് സംഘം ശ്രദ്ധേയമായൊരു കണ്ടെത്തൽ നടത്തി. സാധാരണമായ ഉയർന്ന അളവിലുള്ള ഇറിഡിയം എന്ന അപൂർവ ലോഹം. ഇത് ഭൂമിയിലുള്ളതിനേക്കാൾ വളരെ സാധാരണമായി കാണുന്നത് ആസ്ട്രോയിഡിലാണ്. ഇറിഡിയം അനോമലി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കണ്ടെത്തൽ ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കുറഞ്ഞത് 10 മുതൽ 15 കിലോമീറ്റർ വരെ വ്യാസമുണ്ടാകാവുന്ന ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചതായി അനുമാനിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അൽവാരസ് സിദ്ധാന്തത്തെ തുടർന്ന് ശാസ്ത്രജ്ഞർ ഈ വിനാശകരമായ ആഘാതത്തിന്റെ ഭൗതിക തെളിവുകൾക്കായി തിരയാൻ തുടങ്ങി. 1970കളുടെ അവസാനത്തിൽ തന്നെ
മെക്സിക്കോയിലെ യുകാറ്റൻ പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്ന ചിക്സുലപ്പ് ക്രേറ്റർ കണ്ടെത്തിയിരുന്നു. 180 കിലോമീറ്ററിലധികം വ്യാസമുള്ള ഈ ഗർത്തം നിർദ്ദിഷ്ട ഇമ്പാക്റ്റ് ഇവന്റുമായി പൊരുത്തപ്പെടുന്നതിനുള്ള ശരിയായ പ്രായവും വലുപ്പവും ഉള്ളതാകാമെന്ന് നിർണ്ണയിക്കുകയുണ്ടായി. ഇതിനുശേഷം 1990കളിൽ ചിക്സുലപ്പ് ഗർത്തവും ദ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് ഹൈപ്പോത്തസിസും തമ്മിൽ ബന്ധപ്പെടുത്തി നടന്ന പഠനങ്ങൾ ഈ ഹൈപ്പോത്തസിസിന് ശക്തമായ തെളിവുകൾ നൽകി. ഇത് ശാസ്ത്ര സമൂഹത്തിൽ അതിന്റെ വ്യാപകമായ സ്വീകാര്യതയിലേക്ക് നയിച്ചു. എന്നാൽ ദിനോസറുകളുടെ വംശനാശത്തെക്കുറിച്ചുള്ള ഗവേഷണം അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും നിന്ന് ശേഖരിച്ച പുതിയതും കൂടുതൽ വിശദവുമായ ഫോസിൽ രേഖകളുടെ വെളിച്ചത്തിൽ ശാസ്ത്രജ്ഞർ ഗ്രാജുവലിസ്റ്റ് തിയറി വീണ്ടും വിലയിരുത്തി. വംശനാശം സംഭവിക്കുന്നത് കൂടുതൽ സങ്കീർണവും ഒന്നിലധികം ഘടകങ്ങളാൽ നയിക്കപ്പെടുന്നതുമായ കാരണങ്ങളാലാണെന്ന് ഈ പഠനങ്ങൾ വെളിപ്പെടുത്തി. ഉദാഹരണത്തിന്, ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഛിന്നഗ്രഹ ആഘാതം സംഭവിക്കുന്നതിന് മുമ്പ് ചില ജീവിവർഗങ്ങൾ ഇതിനകം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അഗ്നിപർവ്വത പ്രവർത്തനം പോലുള്ള മറ്റ് സാധ്യമായ കാരണങ്ങളെ കൂടി പരിഗണിക്കാൻ ഇത് ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ റോക്ക് ലെയേഴ്സിൽ കണ്ടെത്തിയ ഫോസിൽ തെളിവുകൾ ചില ജീവിവർഗങ്ങൾ KPG അതിർത്തിക്ക് മുൻപ് അപ്രത്യക്ഷമായതായി കാണിക്കുന്നു. KPG ബൗണ്ടറി എന്നത് ക്രെറ്റേഷ്യസ് പാലിയോജിൻ ബൗണ്ടറിയുടെ ചുരുക്കമാണ്. ഒരു കാലഘട്ടമല്ല, മറിച്ച് ഭൂമിയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തിലെ ഒരു പ്രത്യേക പോയിന്റിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രത്യേക ജിയോളജിക്കൽ മാർക്കാണ്. ഇത് ഭൂമിയുടെ റോക്ക് സെഡിമെന്റ്സിലെ ഒരു പ്രത്യേക പാളിയാണ്. ഇത് നമ്മുടെ ഗ്രഹത്തിലെ ജീവചരിത്രത്തിലെ ഒരു വലിയ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രെറ്റേഷ്യസ് K, പാലിയോജിൻ PG കാലഘട്ടങ്ങൾ തമ്മിലുള്ള പരിവർത്തനത്തെ ഈ അതിർത്തി അടയാളപ്പെടുത്തുന്നു. ഇത് ലോകമെമ്പാടുമുള്ള റോക്ക് ഫോർമേഷനുകളിൽ കാണപ്പെടുന്നു. ദിനോസേഴ്സും മറ്റു പല ജീവജാലങ്ങളും പെട്ടെന്ന് അപ്രത്യക്ഷമായ സമയത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ അഗ്നിപർവ്വത പാറകളുടെ വിശാലമായ പ്രദേശമായ ഡെക്കാൻ ട്രാപ്സ് ആണ് ഇത്തരം പഠനങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു പ്രധാന മേഖല. ഈ പ്രദേശം ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, അതായത് ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിന്റെ അതേ സമയത്ത് നടന്ന വൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ടതാണ്. ഈ സമയം ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഏഷ്യൻ മെയിൻലാൻഡ്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന സൂപ്പർ കോണ്ടിനെന്റായ ഗ്വാണ്ടോനയിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം വടക്കോട്ട് നീങ്ങുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശമായിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോൾക്കാനിക് ആക്ടിവിറ്റികളിൽ ഒന്നായിരുന്നു ഇവിടെ സംഭവിച്ചത്. വലിയ അളവിലുള്ള ലാവയോടൊപ്പം സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിരുന്നു. സൾഫർ ഡയോക്സൈഡിന്റെ ഉയർന്ന സാന്നിധ്യം സൂര്യപ്രകാശത്തെ തടഞ്ഞുകൊണ്ട് പെട്ടെന്നുള്ള തണുപ്പിക്കൽ ഫലത്തിന് കാരണമായിട്ടുണ്ടാകാം. അതേസമയം കാർബൺ ഡയോക്സൈഡ് ദീർഘകാല ആഗോളതാപനത്തിനും കാരണമാകും. കൂടാതെ ഈ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ സമുദ്രത്തിലെ അമ്ലീകരണത്തിലേക്കും അനോക്സിയയിലേക്കും, അതായത് സമുദ്രത്തിലെ ഓക്സിജന്റെ കുറവിലേക്കും നയിച്ചേക്കാം. ഇത് സമുദ്രജീവിതത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കാം. KPG എക്സ്റ്റിങ്ഷൻ നടന്ന സമയവുമായി ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡെക്കാൻ അഗ്നിപർവ്വതങ്ങളുടെ പ്രധാന ഘട്ടം സംഭവിച്ചതെന്ന് ജിയോളജിക്കൽ ഡേറ്റിംഗ് ടെക്നിക്കുകൾ കാണിക്കുന്നുണ്ട്. ഇത് അഗ്നിപർവ്വത പ്രവർത്തനവും വംശനാശവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സമയത്തിലെ ഈ സാമ്യത വംശനാശ പ്രക്രിയയിലെ മറ്റൊരു പ്രധാന കൾപ്രിറ്റായി ഡെക്കാൻ ട്രാപ്സിനെ പരിഗണിക്കാൻ ശാസ്ത്രജ്ഞരെ കൂടുതലായി പ്രേരിപ്പിക്കുന്നു. ജിയോ കെമിക്കൽ എവിഡൻസും വിപുലമായ കമ്പ്യൂട്ടർ മോഡലിംഗും നൽകുന്ന വിവരങ്ങൾ ഇത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ വംശനാശത്തിന് ഗണ്യമായ സംഭാവന നൽകുമെന്ന ആശയത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. ഛിന്നഗ്രഹ ആഘാതത്തിനെതിരായ ഡെക്കാൻ ട്രാപ്സിന്റെ കൃത്യമായ സംഭാവന ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആഘാതത്തിന്റെയും അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെയും സംയോജിത ഫലങ്ങൾ ദിനോസറുകൾ ഉൾപ്പെടുന്ന കാലഘട്ടം അവസാനിപ്പിച്ച വൻതോതിലുള്ള വംശനാശത്തിന് കാരണമായിരിക്കാമെന്ന് ശാസ്ത്ര സമൂഹം പൊതുവെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. KPG ബൗണ്ടറിയുടെ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായ സ്ട്രാറ്റകളിലെ കെമിക്കൽ സിഗ്നേച്ചേഴ്സ് ഗവേഷകർ വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ വിശകലനങ്ങൾ പലപ്പോഴും കാർബൺ ഐസോട്ടോപ്പുകളിലെ മാറ്റങ്ങളും ഡെക്കാൻ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പാളികളിൽ സൾഫറിന്റെയും മറ്റ് അഗ്നിപർവ്വത വാതകങ്ങളുടെയും വർദ്ധിച്ച അളവും കാണിക്കുന്നു. അത്തരം മാറ്റങ്ങൾ ആഗോള കാലാവസ്ഥയെയും ആവാസ വ്യവസ്ഥയെയും തടസ്സപ്പെടുത്തുന്ന കാര്യമായ പാരിസ്ഥിതിക മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, പലവിധ ക്ലൈമറ്റ് മോഡലിംഗിന്റെ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് സൾഫർ ഡയോക്സൈഡിന്റെ കൂളിംഗ് എഫക്റ്റും കാർബൺ ഡയോക്സൈഡിന്റെ ചൂടാക്കലും എല്ലാം എക്കോസിസ്റ്റത്തിൽ ഇക്കാലയളവിൽ കാര്യമായ സ്ട്രെസ് ചെലുത്തിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല, പാലിയന്റോളജിക്കൽ റെക്കോർഡ്സിലെ ചില പാറ്റേണുകൾ കാണിക്കുന്നത് KPG ബൗണ്ടറിക്ക് മുൻപേ ചില സ്പീഷീസുകൾ ഇല്ലാതായി തുടങ്ങിയെന്നാണ്. ചിക്സുലപ്പ് ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിന് ഏകദേശം 50,000-ഓളം വർഷങ്ങൾക്ക് മുൻപേ ഈ പ്രദേശങ്ങളിൽ വോൾക്കാനിക് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ടാകാമെന്നാണ് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പല ഫേസുകളിലൂടെ തുടരുകയും ചെയ്തു.
വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഏറ്റവും തീവ്രമായ ഘട്ടം നടന്നിരിക്കുന്നത് KPG ബൗണ്ടറിയുമായി, അതായത് ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉള്ള കാലഘട്ടവുമായി ചേർന്നു പോകുന്ന രീതിയിലാണ്. ഡാർട്ട്മൗത്ത് കോളേജ് ഗവേഷകരായ അലക്സാണ്ടർ കോക്സും ബെൻഹ്റിൻ കെല്ലറും അവരുടെ നൂതന ഗവേഷണത്തിലൂടെ KPG എക്സ്റ്റിങ്ഷൻ ഇവന്റിൽ വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ പങ്കിനെക്കുറിച്ച് പുതിയ ചില അറിവുകൾ കൊണ്ടുവന്നു. ഡെക്കാൻ ട്രാപ്സിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ സമയക്രമവും പാരിസ്ഥിതിക ആഘാതവും പരിഷ്കരിക്കുന്നതിലും ഇവയെ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുമായി താരതമ്യം ചെയ്യുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എപ്പോൾ സംഭവിച്ചുവെന്നും അവയുടെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ കോക്സും കെല്ലറും റേഡിയോമെട്രിക് ഡേറ്റിംഗിന്റെയും കമ്പ്യൂട്ടർ മോഡലിംഗിന്റെയും സഹായം ഉപയോഗിച്ചു. റേഡിയോമെട്രിക് ഡേറ്റിംഗ് അഗ്നിപർവ്വത പാളികളുടെ പ്രായം മുൻകാല പഠനങ്ങളിൽ ചെയ്തതിനേക്കാൾ കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിച്ചു. ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ വ്യക്തമായ സമയരേഖ ഉറപ്പിക്കുന്നതിന് ഇത് നിർണായകമായിരുന്നു. കൂടാതെ അവരുടെ കമ്പ്യൂട്ടർ മോഡലുകൾ ഡെക്കാൻ ട്രാപ്പ് സ്ഫോടനങ്ങൾ പുറത്തുവിടുന്ന വാതകങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ സിമുലേറ്റ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കാലാവസ്ഥയിൽ വ്യത്യസ്ത രീതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നിവയിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കോക്സിന്റെയും കെല്ലറുടെയും കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഡെക്കാൻ ട്രാപ്സിന്റെ പങ്കിനെക്കുറിച്ചാണ്. പിന്നീട് ഇത് വളരെ കാലം തുടരുകയും വംശനാശത്തിന്റെ സമയരേഖയ്ക്ക് നിർണായകമായ ഒരു സുപ്രധാന കാലഘട്ടം ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ്. ആഗോള കാലാവസ്ഥയെ കാര്യമായി മാറ്റാൻ ആവശ്യമായ സൾഫർ ഡയോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഈ സ്ഫോടനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അവരുടെ ഡാറ്റ സൂചിപ്പിക്കുന്നു. ആഗോളതലത്തിൽ താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ സൾഫർ എമിഷൻസ് പര്യാപ്തമായിരുന്നു. ഈ പ്രതിഭാസം വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ഈ പെട്ടെന്നുള്ള തണുപ്പിക്കൽ പല ജീവജാലങ്ങൾക്കും ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയും ഭക്ഷ്യശൃംഖലയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതിനെ തുടർന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന എമിഷൻ ക്രമേണ താപനില ഉയരുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് അതിജീവിച്ചിട്ടുണ്ടാകുന്ന ജീവിജാലങ്ങളിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഡെക്കാൻ ട്രാപ്സിന്റെ സ്ഫോടനങ്ങളുടെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിന് തുല്യമോ അതിലും വലുതോ ആയ പ്രാധാന്യമുള്ളത് ആയിരിക്കുമെന്ന് അവരുടെ പഠനം നിർദ്ദേശിച്ചു. സ്ഫോടനത്തിന്റെ സമയം അർത്ഥമാക്കുന്നത് ആസ്ട്രോയിഡ് വന്ന് ഇടിക്കുന്നതിന് മുൻപേ തന്നെ ഭൂമിയുടെ കാലാവസ്ഥ അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെ ഗുരുതരമായ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ഇതുമൂലം ഒരുപക്ഷെ ആവാസ വ്യവസ്ഥ ദുർബലപ്പെടുകയും ആസ്ട്രോയിഡ് ഇടിക്കുമ്പോൾ തകരാൻ സാധ്യതയുള്ളതാക്കുകയും ചെയ്തിരിക്കാം എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ നീണ്ടകാല വോൾക്കാനിക് ആക്ടിവിറ്റിയാൽ വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന ഭൂമിയിലെ കാലാവസ്ഥയും അതുമൂലം തകരാറിലായിക്കൊണ്ടിരുന്ന ജൈവലോകത്തിലേക്ക് പെട്ടെന്നുണ്ടായ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റും കൂടിയായപ്പോൾ വലിയൊരു വംശനാശത്തിലേക്ക് പോയിട്ടുണ്ടാകാം. ദിനോസറുകളുടെ വംശനാശം ഒരു യുഗത്തിന്റെ അവസാനവും മറ്റൊരു യുഗത്തിന്റെ തുടക്കവും അടയാളപ്പെടുത്തി. ദിനോസറുകൾ അവശേഷിപ്പിച്ച വിശാലമായ ശൂന്യമായ ഇടങ്ങൾ സസ്തനികളെ പരിണമിക്കാനും വൈവിധ്യവൽക്കരിക്കാനും അനുവദിച്ചു. ഒടുവിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യരുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. കൂടുതൽ പഠനങ്ങൾ, കൂടുതൽ അറിവുകൾ ഭാവിയിൽ ഈ മേഖലയിൽ നൽകുമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.